ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പറയാൻ പോണത് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബിഗ് ബോസ് ഞാൻ പറയട്ടെ, ഇന്നലെ ഇപ്പോൾ ജാസ്മിൻ്റെ അരയ്ക്ക് ചുറ്റും കെട്ടിവെച്ചിരുന്ന നാവൊക്കെ എടുത്ത് പുറത്തിട്ടു. അവളുടെ പ്രേമരോഗത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും 2 ദിവസം കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും, കുറേ ആൾക്കാരെ അവളെ ആശ്വസിപ്പിക്കാൻ വരും. ഈ അപ്സരയൊക്കെ എന്തൊട്ട് സാധനം ഇവളൊക്കെ ഇനി ആശ്വസിപ്പിക്കാൻ ചെല്ലണത് ഒരു മൈതാന പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. വെറുതെ ബിഗ് ബോസ് ടീമിൻ്റെ സമയം കളയാനായിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് മൈതാന പ്രസംഗം നടത്തുന്ന ഈ അപ്സരയൊക്കെ കളിക്കാനാണ് വന്നത്. ഇവൾക്ക് സ്വന്തം കളിച്ചാൽ പോരെ. ഇവൾക്കൊക്കെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവളൊക്കെ പൊന്തിച്ചെടുത്തിട്ട് നീ ഭക്ഷണം കഴിക്കടി, നിൻ്റെ പേരിൽ തെറ്റില്ലടി, നീ ചെയ്തതാണ്ടി ശരി, എന്തൊക്കെ പറയണ്. ഈ അപ്സരയൊക്കെ ഇതുപോലെ കിടന്ന് കളിക്കാന്നൊക്കെ കിടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം. ഇവൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നാലും ഭേദം വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലും മിണ്ടാണ്ടിരിക്കുക. ഇവളെ അങ്ങോട്ട് പൊക്കി വയ്ക്കുക. അവളെ അങ്ങോട്ട് എന്താ ഇവൾക്ക് ഇവള് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാലുള്ള ശൃംഗാരം അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇന്നലെ ഇപ്പോൾ പവർ ടീം കളിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ മുമ്പ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള പവർ റൂം മറ്റേ ഡണ്ണിൻ്റെ റൂം പൂട്ടിയ കാര്യം. എന്തിനാണ് ഈ പാവാത്ത പണിക്ക് പോകരുത്. പോയാൽ പിന്നെ അതൊരു 1.5 പണിയായിരിക്കണം. ഇപ്പോൾ എന്തുണ്ടായേ, പവർ അങ്ങോട്ട് കാണിച്ചങ്ങോട്ട് എൻ്റെ പൊന്നെ ഞങ്ങൾ റൂം പൂട്ടിയിടാൻ പോവാണ്. സിബിൻ്റെ കൊമ്പ് അങ്ങോട്ട് ഒന്നുകൊണ്ട് പൊന്തിച്ച് മറ്റുള്ളവരുടെ കൊമ്പൊന്ന് ആദ്യമായിട്ട് പവറിൽ കയറുന്ന ആൾക്കാരെയും കൊമ്പ് പൊന്തിച്ച് എല്ലാവരും കൂടി വന്നിട്ട് ജാസ്മിനും എല്ലാവരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവരവരുടെ പ്ലാനിങ് നടത്തുന്ന നേരത്തിന് ഇവർ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ആ പവർ റൂം അടച്ചത്. പവർ റൂമുകാർ മറ്റേ ഡണ്ണടച്ചപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഡണ്ണടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം ഉണ്ടായി? നിങ്ങൾ എന്ത് പവറാണ് നിങ്ങൾ കാണിച്ചത്? ഞങ്ങളാരും കണ്ടില്ല. എന്തുണ്ടായി? ഗബ്രിയുടെ ഇത് പുറത്ത് എറിയ കിട്ടു. അതാണ് ഇതുകൊണ്ട് മനുഷ്യപരമായി പെരുമാറണം, മറ്റത് മറിച്ചത് എൻ്റെ ജിൻഡോ നീ എൻ്റെ മുമ്പിൽ വന്ന് കുനിഞ്ഞ് നിൽക്കടാ. ഇങ്ങനെയുള്ള തെറിയൊക്കെ കേൾക്കുമ്പോൾ ഇത് പച്ച തെറിയാ. കുനിഞ്ഞ് നിൽക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും അത് വലിയൊരു ഇഷ്യൂ ആക്കിയില്ല അത്. പക്ഷെ അത് ജനങ്ങൾക്ക് അത് മനസ്സിലായി എന്തിനാണ് ഗബ്രി കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞത് നമ്മുടെ ജിൻഡോനോട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളും കേട്ടു, സിബിനും കേട്ടു കുറേ കാര്യങ്ങൾ. എന്നിട്ട് എന്തുണ്ടായി, ഞങ്ങൾ പറഞ്ഞതിനൊക്കെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റൂം തുറക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരൊരു മാപ്പും പറഞ്ഞില്ല, അവൻ ഒരു കോപ്പും പറഞ്ഞില്ല. എന്നിട്ട് ലാസ്റ്റ് എന്തുണ്ടായി, ജാസ്മിന് നാടകം കളിക്കാൻ അവിടെ ഒരു സ്പേസും കൊടുത്തു ഗബ്രി. എന്താ അവൾ നാടകം കളിച്ചത്? അവൾ ബിഗ് ബോസിൽ കയറിയിട്ട് എനിക്ക് പീരീഡാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ നമുക്ക് ചെറിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പീരീഡാന്ന് പറയാം, നാട്ടുകാരോടൊക്കെ വിളിച്ച് പറയാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗർഭിണിയല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും പീരീഡായിട്ട് ഇരിക്കുന്നുണ്ട്, എനിക്ക് ഗർഭമില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഞാൻ പീരീഡാണേ, എനിക്ക് ഇപ്പോൾ ബാത്റൂമിൽ പോകണേ, എനിക്ക് പേട് മാറ്റണം. എന്ത് വൃത്തികെട്ടവളവൾ. ഒരു പീരീഡ് ആവണ പെണ്ണ് അത് നാളെ ആരും അറിയിക്കാണ്ട് ഈ പരസ്യം ചെയ്യുന്ന പെണ്ണുകൾ മാത്രമേ അതൊക്കെ പുറത്ത് പറയണുള്ളൂ. അല്ലാത്ത പെണ്ണുകളൊന്നും ഇത് പുറത്ത് പറയില്ല. ഇത്രയും ആൾക്കാർ ലക്ഷങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഈ ഒരു തൂറ്റ കളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി കഴിയുമ്പോൾ തുറന്നു വിടുന്ന അവർക്ക് തന്നെ അറിയാം. അതിനവൾ സ്പേസ് എടുത്തിട്ട് അപ്പോഴേക്കും അവളുടെ ആ സ്വഭാവം ശരിക്കും അവൾ കാണിച്ചു. കാരണം എന്താ പറഞ്ഞാൽ, എനിക്ക് പീരീഡാണ്, എനിക്ക് പേട് മാറ്റണം, അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തുറന്നു വിട്. അപ്പോൾ ഇവൾക്ക് ആ ഗബ്രിയോടെ പറഞ്ഞാൽ പറയാം, ഗബ്രി എന്തെങ്കിലും ഒരു മാപ്പ് പറഞ്ഞാൽ പ്രശ്നം അത് തീർത്തേ. അത് ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അപ്സര വന്നിട്ട് കുറേ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഞങ്ങൾ തെറ്റ് ചെയ്തില്ലല്ലോ, നിങ്ങളൊരു ടീമല്ലേ, ഞങ്ങൾ തെറ്റ് ചെയ്തില്ല. നിങ്ങളുടെ ടീമിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബാധക്കണം. അത് ഒരു ഇത്തിരി നേരം കൂടിയൊക്കെ ഒന്ന് പിടിച്ചു നിന്ന് അതിനനുസരിച്ച് അവനോടൊരു മാപ്പ് പറയിപ്പിച്ച് പുറത്തിറക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായേനെ. അതിനുള്ള കഴിവില്ലാത്ത എന്ത് പവറാണ് നിങ്ങളവിടെ കാണിച്ചു കൂട്ടണം. സിബിന് ആ തടി മാത്രമേ ഉള്ളൂ, പോങ്ങാൻ തോന്നുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നന്നായി സംസാരിക്കുന്നത് കാണാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൂടുതൽ സമയം ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് എഴുന്നള്ളിക്കുന്നത്. ഈ ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ ഇത് അടച്ചേ പിടിച്ചതെന്ന് നമുക്കറിയില്ല. ഇന്നലെ പാതിരാത്രിയിൽ വേറെയും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ തൂറിയനും മൂത്രം ഒഴിച്ചതിനും തുള്ളിയനും പിച്ചേനും ഒക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗബ്രിയും ജാസ്മിൻ ടീം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ടീമായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയുടെ ന്യൂനപക്ഷം ടീം, ജാസ്മിനും വേറെ 2 ആൾക്കാരും, അവരെ വലിയ ടീം. അതിൻ്റെ ഉള്ളിലത്തെ രാജാവാണ് നമ്മുടെ സിബിൻ എന്ന് പറഞ്ഞിട്ട് സിബിനെ കളിയാക്കുന്നുണ്ട്. ആ സിബിനെ കളിയാക്കുമ്പോൾ അത് നമുക്കറിയാം, സിബിന് രാജാവെന്ന് പറയുമ്പോൾ സിബിന് കുരുപൊട്ടും, മറ്റുള്ളവർക്ക് ആവും ഞങ്ങളുടെ രാജാവിൻ്റെ പ്രജകളാണോ ഞങ്ങൾ എന്നുള്ള വിഷമം അവർക്കും ഉണ്ടാവാം. അപ്പോൾ ടീം പൊളിയാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഗബ്രി കളിക്കുന്നത്. അപ്പോൾ
ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു നുള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ വന്നൊരു പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു നുള്ളലും പിച്ചലും പരാതിയൊക്കെ ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ പരാതി മാറ്റി വയ്ക്കുക. അപ്പോൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരാതി മാറ്റി വെച്ചാൽ ഞാനിവിടെ ഒരു പണിയും ചെയ്യില്ല, ഞാനിവിടെ കിടക്കുള്ളൂ. അപ്പോൾ സിബി വന്ന് പറയുന്നുണ്ട് അതെ നാണക്കേടാണ്, ഒരു പണിയും ചെയ്യാണ്ട് ഇവിടുത്തെ ഭക്ഷണം തിന്നും കുടിച്ച് കിടക്കാനുള്ള അവകാശമുണ്ട്, എന്നിരുന്നാലും അത് വളരെ ചീപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവളുടെ പോയ നാക്കൊക്കെ വന്നു. എന്നിട്ടിപ്പോൾ ഇന്നലെ ഇവൾക്ക് പ്രാന്തിൻ്റെ ഡോക്ടർ വേണം, ഇവളെ കൗൺസിലിങ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പ്രാന്താവും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലോ. ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, നിങ്ങളെ പ്രാന്തിന് ചികിത്സിക്കാനുള്ള ഡോക്ടർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ചെയ്യുക പ്രാന്തിൻ്റെ ഡോക്ടറിനോട് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിനുമുമ്പ് തന്നെ അവൾ പറഞ്ഞു എനിക്ക് ഹിന്ദിയിൽ അവർ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാലും മനസ്സിലാവില്ല, അപ്പോൾ അതുകൊണ്ട് അവർ ട്രാൻസ്ലേഷൻ ചെയ്ത് തരാനായിട്ട് എനിക്ക് ഒരാളും കൂടി വേണമെന്ന് പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞു. ഈ വക സാധനങ്ങൾക്കൊക്കെ എന്തിനാണ് നിങ്ങളെ ബിഗ് ബോസെ കാശ് ചെലവ് ഇതൊരു പ്രാന്തിൻ്റെ ഡോക്ടർ കൊണ്ടുവരുന്നത്? ഇവളും ഗബ്രിയും കളിക്കുന്നത് മുഴുവൻ ഉടായിപ്പാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ, ജനങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാത്തുള്ളൂ. എന്നിട്ട് ഇവൾ ചോദിക്കുന്നതൊക്കെ ഇവൾക്ക് വിട്ടുകൊടുക്കുക, പവർ റൂമിൽ സീക്രട്ട് റൂമിൽ കിടന്നിട്ട് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക, ഈ വെഞ്ചാമ്പരം വീശി കൊടുക്കുക. ഇതൊക്കെയാണോ ബിഗ് ബോസിൻ്റെ പണി? ഇതൊക്കെയാണോ ബിഗ് ബോസിൽ നടക്കുന്നത്? അതൊക്കെ വളരെ പൊട്ട ഒരു മെസ്സേജാണ് സമൂഹത്തിന് ചെല്ലണത്. നിങ്ങൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ ഒരു നിയമം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിയമം ഒക്കെ പൊളിക്കുന്നത് തന്നെ ബിഗ് ബോസ് തന്നെ. അപ്പോൾ ഇവൾക്ക് എളുതരായി, ഇവൾക്ക് പിന്നെ ബിഗ് ബോസിൻ്റെ മകളാണല്ലോ ഇവള്, അപ്പോൾ പിന്നെ ഇവൾക്ക് എന്തും ആവാമല്ലോ. പിന്നെ ഇവളുടെ ഇപ്പോൾ അതിനേക്കാൾ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കാമുകന്മാരൊക്കെ പുറത്ത് ഭയങ്കര അടിയാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ഉറപ്പിച്ചു എന്ന് പറഞ്ഞൊരു കാമുകൻ ഒരു വീഡിയോ ഇടും, പിന്നെ ഒരു വീഡിയോ ഇടും, അത് കഴിയുമ്പോൾ ഇവളുടെ മുൻ കാമുകൻ വേറെ വീഡിയോ ഇതിനെതിരിടും, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കാമുകണ്ട് അവൻ വേറെ വീഡിയോ ഇടും. ഇങ്ങനെ പുറത്ത് കാമുകന്മാരുടെ ഒരു തല്ല് നടക്കുക. നിങ്ങൾക്ക് നല്ല രസം അതൊക്കെ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നണമെന്നില്ലേ, ഇവളാരാ അഭിനയ പാഞ്ചാലി എന്ന് പറയില്ലേ, പഞ്ചപാണ്ഡവന്മാർ 5 ഭർത്താക്കന്മാരാ, ഇവൾക്ക് 5 പോരാ തോന്നുന്നുണ്ട്, 5 കട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ 4 കാമുകന്മാരും ഒരാൾ അകത്തും, ഇപ്പം തന്നെ 5 ആളായിട്ടുണ്ട്. 4 കാമുകന്മാർ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരൊക്കെ വെളിച്ചത്ത് വരണല്ലോ. ഇവൾക്ക് പ്രസൻറ്റ് കൊടുത്തവർക്കും ഇപ്പോൾ ഇവൾക്ക് ഓരോ സഹായങ്ങൾ ചെയ്ത് കൊടുത്തവരും കാശ് കൊടുത്തവരും ഡയമണ്ട് മോതിരം കൊടുത്ത ആൾക്കാരും 25,000 30,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചെടുത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്ത് വരിക. ഇപ്പോൾ അവരൊക്കെ എല്ലാവരും വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുക അവൾക്ക് എതിരായിട്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ പവർ റൂം തുറന്നപ്പോൾ മറ്റുള്ളവരൊക്കെ പവർ റൂം തുറന്ന സന്തോഷത്തിൽ ബാത്റൂമിലേക്കും അതുപോലെ തന്നെ തൂറാനും മുള്ളാനും വെള്ളം കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി. ഇവളുണ്ട് ഇവർ ഇപ്പോൾ തിരക്കായിട്ടാണ്. എനിക്കെൻ്റെ പേട് മാറ്റണം, എനിക്കത് ആകെ ഇവിടെ ചോര വന്ന് നിറഞ്ഞ് നിൽക്കുക, ഇത് പേട് മാറ്റിയില്ലെങ്കിൽ ഇവിടെ ആകെ നാശമാവും. അതിന് മുമ്പ് ഗബ്രി പറഞ്ഞു എനിക്ക് മൂത്രം ഒഴിക്കണം തൂറണം, ഞാൻ കുറച്ച് കഴിയുമ്പോൾ മൂത്രം തൂറലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അത് വൃത്തികേടാവും എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പവറിൻ്റെ ആൾക്കാർ റൂം തുറന്നു കൊടുത്തോളൂ. ഇവരെന്ത് ചെയ്തേ, ഇവർ കെട്ടിപ്പിടിച്ചു, ഫെവിക്കോൾ ഒട്ടിപ്പിടിച്ച പഠിച്ച പോലെ കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അല്ലാടുന്ന ആവശ്യം മനസ്സിലായില്ല ഇപ്പോൾ പവറിന്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രീനെയും എടുത്ത് പവർ കാണിക്കുമ്പോൾ അത് പവറായിട്ട് കാണിക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഇറങ്ങി പവർ റൂമിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഈ 2 കൂതറകളെ കൊണ്ട് പവർ റൂമിൽ ഇരുത്തുക, അതാണ് നല്ലത്. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെതിരെ ചെയ്യുക. അപ്പോൾ അതിന് നല്ല പണി കൊടുക്കാനും പവർ കൊടുക്കാനും ജിൻഡോയ്ക്ക് പിന്നെ ഈ ഇതാണല്ലോ ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ അത് ഒരു പരിധി വരെ അതിന് പറ്റുള്ളൂ. ആ പാവത്തിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പവർ റൂമിൽ കയറിയിട്ട് കഴിവുണ്ടെങ്കിൽ നിങ്ങളിവിടെ കളിപ്പിച്ച് ഇവിടെ മൂക്കൊണ്ട് ചണ്ണ വരപ്പിച്ചാൽ ഞങ്ങൾക്കിത് സന്തോഷമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജീവിതം മൊത്തം ഫേക്കാണ്. ഇവള് കുടുംബത്ത് മുഴുവൻ ഫേക്ക്, പുറത്ത് മുഴുവൻ ഫേക്ക്, കാമുകന്മാരെ അടുത്ത് മുഴുവൻ ഫേക്ക്. ഇപ്പം അതേ നമ്മുടെ ഗബ്രിയുടെ അടുത്തും ഫേക്ക്. ഇപ്പോൾ ഗബ്രിക്ക് ഇപ്പോൾ എന്ത് നഷ്ടപ്പെടാനുള്ളത്? അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ ലോക കോഴിയാണ്. കോളേജിൽ അവൻ്റെ കോഴിത്തരങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ ഉള്ള കുറേ പെണ്ണുങ്ങൾ അവൻ്റെ കോഴിയാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയി ചട്ട പൊളിച്ചു നോക്കണ സ്വഭാവമാണ് ഗബ്രിയുടെ. അപ്പോൾ അവന് അതിലൊരു നാണമില്ല, കണ്ടാമൃഗത്തിൻ്റെ തൊലി അവന് യാതൊരു പ്രശ്നമില്ല. അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു, കണ്ണീരിങ്ങനെ വെച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ ലോക കൂതറ മുട്ടായിപ്പിൻ്റെ ആൾക്കാരാണ്. ഇവനെ കണ്ടിട്ട് അതിലും വലിയ തലക്കനം കാണിക്കുന്ന പിശാചാണ് നമ്മുടെ ഈ ജാസ്മിൻ. അപ്പോൾ അവളെ നാട്ടുകാരെന്നെ പറയുന്നുണ്ട് അവളൊരു കൊമ്പിയാന്ന്.
അവൾക്ക് 2 കൊമ്പുണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കുള്ളത് മാത്രമല്ല, എല്ലാം ഇരട്ടിയാണ് കൊടുത്തു നോക്കണമെന്നാണ് പറയണത്. അതായിരിക്കും, അതാണല്ലോ ഇത്രയും വലിയ നാവും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചലമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. നമുക്കിതൊക്കെ കാണുമ്പോൾ ഇല്ലേ, നമുക്ക് നമ്മുടെ തല നമുക്ക് തന്നെ തല്ലി പൊളിക്കാൻ തോന്നും. പിന്നെ ഇത് റിവ്യൂ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കാണുക. അപ്പോൾ ഇതൊക്കെ സഹിച്ച് ഇത് കാണുന്നവർക്ക് നിങ്ങൾ ഈ 50 ലക്ഷം രൂപ എല്ലാവർക്കും ഇത് ബിഗ് ബോസ് കാണുന്നവർക്കാണ് നിങ്ങൾ ഈ 50 ലക്ഷം രൂപ വീതിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് ഈ വക നാണക്കേട് കളികൾ കളിച്ചുകൊണ്ടോ പ്രേമ ഫേക്ക് നാടകം കളിച്ചുകൊണ്ടോ ഉടായ്പ് കളിച്ചുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ ചുട്ടടി രാത്രി പാതിരാത്രി നടന്നിട്ടുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ ലൈവിൽ കാണിക്കുക എന്താണെന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും ബിഗ് ബോസിൻ്റെ കണ്ടൻ്റ് ഇല്ലാണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വന്ന 5 പേരിൽ 4 പേരും വേസ്റ്റാണ്. ആ 2 പെണ്ണുങ്ങളടക്കം വേസ്റ്റാണ്. വന്ന വഴിക്ക് എന്തുണ്ടായിരുന്ന നന്ദന കിടന്നിട്ട് വലിയ ആനീന് കോയിന് എന്ന് പറഞ്ഞൊരു തിക്കുന്നിരക്കും ബഹളമൊക്കെ ജാസ്മിൻ്റെ അടുത്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വായ തുറക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം അവൾ വായ തുറന്നല്ലോ. ഒരു തൃശ്ശൂർക്കാരി ഇനി സ്വല്പം വർത്താനൊക്കെ പറയും, നമ്മളൊക്കെ മാനം കാക്കുമെന്ന് വിചാരിച്ചു. ഒരു കാര്യമില്ല, ഒരു മരവാഴ അത്രേ പറയുള്ളൂ. പൂജ പിന്നെ സകല ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്. എൻ്റെ പൊന്നെ, സകല ആൾക്കാർ മുട്ടുകൊത്തിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും എന്ന് പറഞ്ഞിട്ട് പൊളിച്ചു. ആ തടി മാത്രം പൊളിച്ചു. ഇത്രയും ദിവസം അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ തടി ഒന്ന് കുറഞ്ഞു കിട്ടും, അത്രമാത്രം. പിന്നെ എല്ലാവരും നോക്കണത് എന്താണ്, തിക്കും തിരക്കും ബഹളം വലിയ കണ്ടൻ്റൊന്നും ഇല്ലാണ്ട് ബാങ്കിലേക്ക് പൈസ വരുന്നുണ്ട്. ആ പൈസ എത്രത്തോളം കിട്ടണമെങ്കിൽ കിട്ടോട്ടെ, അതുവരെ അവിടെ ഒതുങ്ങി നിൽക്കുക. ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജയുടെയും നന്ദനയുടെയും 2 അഭിലാഷുണ്ട്. 2 അഭിലാഷും കൂതറകളാണ്. ഒരു കാര്യമില്ല. അല്പമെങ്കിലും ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിബിൻ തന്നെയാണ്. അവൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിബിൻ തന്നെയാണ്. സംസാരിക്കാനായിട്ട് നന്നായി അറിയാം, നന്നായി സംസാരിക്കുകയും ചെയ്യും. ആരോടും മുട്ടിനും സംസാരിച്ച് ആരെയും മുട്ടുകുത്തിയാനും മൂപ്പർക്ക് കഴിവുള്ളൊരു വ്യക്തിയാണ് സിബിൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും അവിടെ കയറിയാലത്തെ ഏറ്റവും കൂതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശം നമ്മുടെ സായിന്, സീക്രട്ട് ഏജൻറ്റ്. അവൻ വായ തുറക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട്. അവൻ എന്തെങ്കിലും ഒന്ന് ആരോട് പറയുന്നത് കേൾക്കാനായിട്ടൊരു കൊതിയാവുക. സംസാരിക്കാൻ അറിയില്ല, എങ്ങനെ കളിക്കാമെന്നറിയില്ല. വെറുതെ തലയും കുറേ പെയിൻറ്റും അടിച്ച് ഉള്ള താടിയൊക്കെ ഒഴിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കാശിന് വേണ്ടിയിട്ട് മാത്രം കിടക്കുന്ന ഒരു മരവാഴ, ഒരു മണ്ടൻ, ഒരു ചെറ്റ എന്ന് തന്നെ നമുക്ക് പറയാം. അവൻ കാറിൻ്റെ ഉള്ളിലായിരുന്നിട്ട് എന്തെല്ലാം വിളിച്ച് പറയണ്. നാട്ടുകാരെ ഇഷ്ടം പോലെ നാട്ടുകാരെ കുറ്റങ്ങൾ പറയണ്. അതുപോലെ നാട്ടുകാരെ പച്ചറച്ചി തിന്നണ്. എന്തൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ കാശുണ്ടാക്കുന്ന ആളാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവൻ്റെ വായൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിടണം. അതുപോലത്തെ മരമണ്ടൻ. അവൻ മിണ്ടണ്ടനി. അവൻ മിണ്ടേണ്ട സമയത്തൊന്നും മിണ്ടിയില്ല. ഇനി എന്തിനവൻ മിണ്ടണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ മരവാളുകളെ കാണുന്ന പ്രേക്ഷകർ തിരിച്ചറിയണം. ഈ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞ് കയറിയ ആൾക്കാർ ചെന്ന ഉടനെ ഒരു ഓളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ എല്ലാം പൊത്തിലും മാളത്തിലും ഒളിച്ച സ്ഥിതിയും കാണാനുള്ളത്. അതിൻ്റെ ഉള്ളിലിപ്പോൾ കളിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ മാത്രമേ ഉള്ളൂ. വേറൊരാൾക്ക് അണ്ണാക്കിൽ പഴം വെച്ചിട്ട് നടക്കുക. ഇവരെല്ലാവരും ഗബ്രിയുടെ പിന്നാലെ നടന്നിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കും. ജാസ്മിൻ്റെ പിന്നാലെ കിടന്ന് കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കും. ജാസ്മിൻ്റെ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളയിടത്തും ഒക്കെ കിടന്ന് ഓളിയിടും. അതുപോലെ തന്നെയാണ് നോറ എന്ന് പറഞ്ഞ സാധനം. കളിക്കാനറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെറുതെ ആവശ്യമില്ലാത്തടത്ത് കിടന്ന് കരയും ചെയ്യും, തിക്കുന്നരക്കും ബഹളം കൂട്ടുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ചെന്നിരിക്കുകയും ചെയ്യും. പിന്നെ ഇന്നലെ ഇവർ കുറേ കളിയാക്കി കുറേ ഏകാംഗ നാടകം കളിച്ചു. ഇതിലും നന്നായി കളിക്കും സ്കൂളിലെ നഴ്സറി പിള്ളേർ. ഇതിലും നന്നായി നാടകം കളിക്കും, ഇതിലും നന്നായി സ്കിറ്റ് കളിക്കും. ഇവർക്കൊന്നും ഒരു വസ്തു അറിയില്ല. ഇവർക്കൊക്കെ സീരിയൽ അഭിനയിക്കുന്നുണ്ട്. ഇവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളാണ്, വലിയ ആൾക്കാരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അതൊക്കെ ഡയറക്ടറെ കഴിവുകൊണ്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. 2 സീരിയൽ നടികളുണ്ടല്ലോ അവിടെ, എന്തുകൊണ്ടാ ചെയ്യുന്നത്? ഒരു കുന്തം ചെയ്യുന്നില്ല. വെറും കാശിന് വേണ്ടി കിടക്കുന്ന 2 മരവാടുകളാണ് അതും. അപ്പോൾ ഇവരൊക്കെ സ്കിറ്റ് കളിക്കുന്നത് കണ്ട നമ്മൾ വേണമെങ്കിൽ അവർ കയറി ചെന്നിട്ട് നമുക്ക് മുഖത്ത് അവർ തുപ്പാൻ തോന്നും. ഇതാണ് സ്കിറ്റ്. നിങ്ങളതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്ന സംഗതികളൊക്കെ നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ട് കാണിക്കുമ്പോൾ അത് നിങ്ങൾ മാത്രം ചിരിച്ചാൽ പോരാ. ഇത് കാണുന്ന ഞങ്ങൾക്ക് ചെറി വരണം. അപ്പോൾ അതിനുള്ള കഴിവില്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കിറ്റുകളൊന്നും കളിക്കാണ്ടിരിക്കുക, ഞങ്ങളെ ബോറടിപ്പിക്കാണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഒരു 100 ദിവസമായിട്ട് ഒരാൾക്ക് ആർക്കെങ്കിലുമൊക്കെ കാശ് കൊടുത്താൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടും ബിഗ് ബോസ്. ഈ സീസൺ എന്തായാലും പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കേസും പുലിവാലും ന്യായം വാങ്ങിയതിൻ്റെ പിന്നാലെ ലാലണ്ണന് ചിലപ്പോൾ നടക്കേണ്ടി വരും, എൻ്റെ മോഷയിനും നടക്കേണ്ടി വരും, അതുപോലെ തന്നെ റോക്കിയും നടക്കേണ്ടി വരും.
തുടക്കത്തിൽ തന്നെ ആ റോക്കിയും മറ്റുള്ള ആൾക്കാരൊക്കെ ഒന്ന് നിലനിന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേനെ. അതൊക്കെ നശിച്ച് നാരായണക്കല്ല് പറിച്ചു. ബിഗ് ബോസും നശിച്ച് നാരായണക്കല്ല് പറിച്ചു. ഇവരോട് കൂടിയിട്ട് ഈ ബിഗ് ബോസിന് അടുത്ത സീസൺ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. എന്തായാലും പൂട്ടിക്കെട്ടൊന്നുമില്ല. അതിനുള്ള കഴിവൊക്കെ എൻ്റെ മനുഷ്യനും ഉണ്ട്, സ്റ്റാർ ടി വിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ.